ശ്രീ അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഈ പറയുന്നത് പോലെ വളരെ ശക്തമായ ക്ലാരിറ്റിയോടെ ഒരു നിലപാടെടുത്തോ? ഇപ്പോൾ തൗഫീഖ് പറയുന്നത് പ്രകാരം തന്നെ മറ്റത്തൂരിൽ സംഭവിച്ചത് ഒരിക്കലും UDF-ന് വിശേഷിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്ത വോട്ടർമാർ ആഗ്രഹിക്കാത്ത കാര്യമാണ് എന്ന് വെളിപ്പെട്ടോ? ശ്രീ അനിൽകുമാർ. അല്ല, 24 സീറ്റുകളുള്ള മറ്റത്തൂരിൽ 8 സീറ്റ് കോൺഗ്രസിന് കിട്ടി, 2 സീറ്റ് കോൺഗ്രസ് വിമതന്മാർക്ക് കിട്ടി, അല്ലെങ്കിൽ UDF വിമതന്മാർക്ക് കിട്ടി. അപ്പോൾ 10 സീറ്റ് LDF-ന് കിട്ടി, 4 സീറ്റാണ് BJP-ക്ക് ഉള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു പാർട്ടി ഭരിക്കുക എന്നതാണ് ഇപ്പോൾ കേരളത്തിലൊരു രീതി. അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ UDF ഭരിക്കുന്നത്, തിരുവനന്തപുരത്ത് UDF ഭരിക്കുന്നത്, BJP പാലക്കാട് BJP ഭരിക്കുന്നത്, തിരുവനന്തപുരത്ത് BJP ഭരിക്കുന്നത്, ഇപ്പുറത്ത് തൃപ്പൂണിത്തുറ BJP-ക്ക് ഭരണം കിട്ടിയത്. BJP-യെ പരാജയപ്പെടുത്താൻ LDF UDF ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന പണിയില്ല. കാരണം എന്താണ്? BJP UDF-ൻ്റെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്. അതുകൊണ്ട് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ലീഗ് ഉൾക്കൊള്ളുന്ന UDF മുന്നണിയുമായി CPM-ന് സഹകരണമില്ല. നിങ്ങൾ BJP-യെ ചെറുക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ കൂടെ കൂട്ടുകൂടുന്നതുകൊണ്ട് BJP ദുർബലമാവുകയല്ല, ശക്തമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിനോടൊപ്പം അധികാരം പങ്കിടാൻ ഞങ്ങളില്ല, ആ മുന്നണിക്ക് വോട്ട് ചെയ്യാനും ഞങ്ങളില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. SDPയോടും CPM-നും സഖ്യമില്ല. SDPI പിന്തുണ കൊടുത്ത് UDF-ന് 2 പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടി. രാജിവെച്ചോ ഇല്ലയോ? ഞാൻ മനസ്സിലാക്കുന്നത് SDPയുടെ പിന്തുണ വേണ്ട, അവർ പിന്തുണച്ചാൽ രാജിവെക്കും. ഇതാണ് UDF-ൻ്റെ നിലപാട്. SDPയെ പിന്തുണച്ചാൽ പിറ്റേന്ന് തന്നെ രാജിവെക്കും, അല്ലെ അപ്പം തന്നെ രാജിവെക്കും. പക്ഷേ BJP പിന്തുണച്ചാൽ അപ്പം തന്നെ രാജിവെക്കേണ്ട, 10 ദിവസം മതി. ഈ 10 ദിവസത്തെ കാര്യം എന്താ? മധുവിധ് നടത്താനാണോ? BJP ആയിട്ടുള്ള അധികാര ആരോഹണത്തിൻ്റെ മധുവിധുവാണോ ഈ 10 ദിവസക്കാലം? എന്നിട്ട് അടിച്ചു പിരിഞ്ഞാൽ മതി. പ്രശ്നം എന്താണ്? മറ്റത്തൂര് നിങ്ങൾ 14 സീറ്റിൽ 3-ാം സ്ഥാനത്താണ്, കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. എന്തുകൊണ്ട്? മറ്റത്തൂരിൽ 14 സീറ്റിൽ 3-ാം സ്ഥാനത്തായത് BJP-യുമായി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാണ്. ഒരു വാർഡിൽ 44, 48, ഒരു വാർഡിൽ 68. ആർക്ക് കിട്ടിയ വോട്ടാണ്? കോൺഗ്രസിന് കിട്ടിയ വോട്ടാണ്. 14 സീറ്റിൽ 3-ാം സ്ഥാനത്തുണ്ടായ കോൺഗ്രസ് ആണോ മറ്റത്തൂർ ഭരിക്കാൻ അവകാശപ്പെട്ടവർ? നിങ്ങൾ ഭരിക്കാൻ അവകാശപ്പെട്ടവരല്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അധികാരാരോഹണത്തെ തടയുക, അതിന് BJP-യോട് കൂട്ടുകൂടുക. അതിനെന്താണ് എൻ്റെ ചോദ്യം? എന്താണ്? ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു സ്ട്രാറ്റജി വേണ്ടല്ലോ. സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. തൃശ്ശൂരെ സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലായി. മേയറാകേണ്ട ഒരു വനിതയെ വിളിച്ചിട്ട് കാശത്ര കയ്യിലുണ്ടെന്ന് ചോദിച്ചു. ഈ സിസ്റ്റം നടപ്പാക്കാനുള്ള പണം തരണം. അവരത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, നടപടിയിലേക്ക് നിൽക്കുന്നു. പണം ചോദിച്ചിട്ടില്ല എന്നൊരു നിലപാട് കോൺഗ്രസിനില്ല. എത്ര ചോദിച്ചു എന്നുള്ള തർക്കമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ പഞ്ചായത്തിൽ, മറ്റത്തൂർ പഞ്ചായത്തിൽ വിപ്പ് കൊടുത്തിട്ടുണ്ടോ കോൺഗ്രസ്? നിങ്ങളിപ്പോൾ ഈ പുറത്താക്കിയവരോ അല്ലെങ്കിൽ രാജിവെച്ചവരോ ആരുടെ പുറകെ നടക്കുകയല്ലേ? രാജിക്കത്ത് എഴുതി കൊടുത്തിരിക്കുക കോൺഗ്രസ്സിന്. ഇവർ രാജിക്കത്ത് കൊടുത്തവരുടെ പുറകെ ഇനി എന്ത് നടത്താനാ? അവർ രാജിവെച്ച് പോയി. 8 പേർ ഒന്നിച്ച് BJP-യുടെ കൂടെ പോയിട്ട് രാജിവെച്ച് പോയി. രാജിക്കത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ പുസ്തകപ്പെടുത്താം. ഞങ്ങളുടെ രാജിക്കത്തുണ്ടില്ല, കൈപ്പടൽ എഴുതിയ രാജിക്കത്ത് 8 പേരുടെ ഉണ്ട്. വേണോ? അപ്പോൾ കോൺഗ്രസിന് രാജിവെച്ച് പോയവരുടെ പേരിൽ ഇനി DCC നടപടിയെടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് ചോദ്യം DCC പ്രസിഡന്റിനോട് എന്താണ്? വിപ്പുണ്ടോ? വിപ്പ് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ടോ? അതനുസരിച്ച് നിങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ ബാധ്യസ്ഥമായ ഒരു വിപ്പ് എന്തുകൊണ്ട് DCC കൊടുത്തില്ല? DCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ തൂക്കി വിറ്റു. ആ കച്ചവടം ഇപ്പോൾ തുടങ്ങിയതല്ല കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. TM പ്രതാപൻ ജയിക്കണ്ട. ആരാണ് പറഞ്ഞത്? ചന്ദ്രൻ. ഏത് ചന്ദ്രൻ? DCC സെക്രട്ടറി. ഈ തട്ടിപ്പിന് കോൺഗ്രസിനെ നയിച്ച ആൾ. TM പ്രതാപൻ ജയിക്കണ്ട, സുരേഷ് ഗോപി ജയിച്ചാൽ മതി. ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനല്ലല്ലോ ഈ പറയുന്ന ചന്ദ്രൻ പ്രവർത്തിക്കുക. അതിന് തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, BJP ആയിട്ടുള്ള ഈ സഹകരണം എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതല്ല. അത് സുരേഷ് ഗോപി ജയിച്ച കാലത്ത് തുടങ്ങിയതാ. അത് പഞ്ചായത്തിലേക്ക് തുടർന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കി. അത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീട്ടിയെന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നീട്ടിയപ്പോൾ പുറത്തു വന്നു. ശരി, ശ്രീ അനിൽകുമാർ, നീട്ടിയപ്പോൾ പുറത്തു വന്നു. അത്രേ ഉള്ളൂ കാര്യം.